സർക്കാർ ഇക്കാര്യത്തിൽ കാണിക്കുന്ന മൗനം വളരെയധികം അത് അലംഭാവമാണ്. അത് ഇടത് വലത് കക്ഷികൾ ഇക്കാര്യത്തിൽ പരസ്പര സഹായ സഹകരണ സംഘങ്ങളായി പ്രവർത്തിക്കുന്നതാണോ എന്ന് പോലും സംശയിക്കുന്നു. വി വിനീഷ് ഡോക്ടർ പ്രമീള ദേവി സംസ്ഥാന വനിതാ കമ്മീഷൻ മുൻ അംഗം കൂടിയാണ്. ഡോക്ടർ പ്രമീള ദേവി പറഞ്ഞത് ഇത്തരം ദൃശ്യങ്ങൾ പുറത്തു വന്ന മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കാതെ പോകുന്നു. അത് വലിയ അലംഭാവമാണ് എന്ന് തന്നെ പറയുന്നു. അങ്ങനെ തന്നെയല്ലേ നമുക്കും പറയേണ്ടി വരുന്നത് വിനീഷ്? തീർച്ചയായിട്ടും വലിയ അലംഭാവം തന്നെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചതാണ്. പക്ഷേ ആ പ്രചരിച്ചത് പോലും അതിൽ കൃത്യമായ നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിയമക്കുരുക്കായി സ്വമേധയാൽ ഈ വിഷയത്തിൽ പോലീസിന് കേസെടുക്കാം. പ്രത്യേകിച്ച് പ്രജീഷിനെ ആരാണ് പ്രജീഷ് എന്ന് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ വിവരങ്ങൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പക്കലുണ്ട്. പ്രജീഷ് ഇപ്പോൾ തിരുവനന്തപുരം എയർ ക്യാമ്പിലാണ് ജോലി ചെയ്യുന്നത് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങളൊക്കെ പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തും സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തുമുണ്ട്. സ്വമേധയാ തന്നെ പോലീസിന് കേസെടുക്കാം. ഇപ്പോഴും പോലീസ് നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് ഈ പെൺകുട്ടി പരാതി നൽകിയിട്ടില്ല. അത്തരത്തിൽ ഉള്ള ഒരു നിലപാടാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ പോലീസിന് സ്വമേധയാ കേസെടുക്കാൻ സാധിക്കും. ആ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ പെൺകുട്ടി കുറേ സമയം സഹിച്ചതിന് ശേഷമാണ് കൃത്യമായ രീതിയിൽ ആ പെൺകുട്ടി പുറം ലോകത്തേക്ക് ഇത്തരത്തിലുള്ള മോശം പെരുമാറ്റം പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യട്ടെ എന്ന തീരുമാനത്തിൽ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലാണ്. കാരണം ഈ പെൺകുട്ടി ഫോൺ എടുക്കുന്നു, അതിനുശേഷം പിൻസീറ്റിലിരിക്കുന്ന ഇയാളുടെ കൈയാണ് ആദ്യ ദൃശ്യങ്ങളായി കാണിക്കുന്നത്. കാരണം ഈ മുന്നിലിരിക്കുന്ന പെൺകുട്ടിയുടെ സൈഡിൽ കൂടി, സീറ്റിൻ്റെ സൈഡിൽ കൂടി വളരെ മോശമായ രീതിയിൽ പെൺകുട്ടിയുടെ ശരീരത്തിൽ കടന്ന് പിടിക്കാനുള്ള ശ്രമം നടത്തുന്നു. തുടർന്ന് ആ ദൃശ്യങ്ങളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കൈയുണ്ട്. അതിനുശേഷം പെൺകുട്ടി നേരെ തിരിഞ്ഞ് ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ എടുത്തുകൊണ്ട് നേരെ പുറകിലോട്ട് തിരിഞ്ഞ് അയാളുടെ മുഖത്തേക്ക് ക്യാമറ കാണിച്ചുകൊണ്ട് തന്നെ പറയുന്നു, താൻ ചെയ്തത് എന്താണെന്ന് കണ്ടിട്ടുണ്ട്, ദൃശ്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, തനിക്ക് ഇരുന്നൂടെ എന്ന് ചോദിക്കുന്നതടക്കം ഈ ദൃശ്യത്തിലുണ്ട്. ആ ഒരു ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പോലും ഇയാൾ പ്രജീഷ് തിരിച്ചു ചോദിക്കുന്നത് എന്താണ് ഒന്നും അറിഞ്ഞുകൂടാത്ത തരത്തിൽ പ്രജീഷിന്റെ പ്രതികരണം ഉണ്ടാകുന്നു. ആ ദൃശ്യങ്ങളിൽ കൃത്യമായി ഉണ്ട് ഈ പെൺകുട്ടിയോട് നേരെ പ്രജീഷ് ലൈംഗിക അതിക്രമം കാണിക്കുന്ന ദൃശ്യങ്ങൾ അത് കൃത്യമായി തന്നെ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പക്കലെത്തിയിട്ട് പോലും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. അത് തന്നെയാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ പെൺകുട്ടിക്ക് ഈ പ്രജീഷ് ആരാണ്, അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥനാണോ എന്ന് സംബന്ധിച്ചുള്ള ഒരു വിവരവും ഈ പെൺകുട്ടിക്കില്ല. നിലവിൽ മുൻ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടിയോട് സന്തത സഹചാരിയായി CPMന്റെ അനുവർത്തിയായി പ്രവർത്തിക്കുന്ന ഗൺമാനാണ്, പോലീസുകാരനാണ് ഈ പ്രജീഷ് എന്ന് പറയുന്ന വ്യക്തി. ഈ പ്രജീഷ് CPMന്റെ എല്ലാ അനുഭാവപൂർവ്വമുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുൻ മന്ത്രിമാർ അടക്കമുള്ള മുൻ CPMന്റെ ഉന്നത നേതാക്കളടക്കമുള്ളവർക്ക് അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് പ്രജീഷ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രജീഷിൻ്റെ നേരെ ഇത്തരത്തിലുള്ള ഒരു അതിക്രമം പ്രജീഷിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ട് പോലും നടപടി ഈ ഘട്ടം വരെയും ഉണ്ടാകാത്തത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അറിയാൻ സാധിക്കുന്നത്. ആ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് കൃത്യമായി സ്വമേധയാൽ പോലീസിന് കേസെടുക്കാം. പക്ഷേ പോലീസ് അത്തരം നടപടികളിലേക്ക് കടക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സുരക്ഷിതമായി പെൺകുട്ടികൾക്ക് KSRTC ബസ്സിൽ യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഉള്ളത്. ഇടതുപക്ഷത്തിന്റെ അനുയായി, ഇടതുപക്ഷത്തിന്റെ സജീവ നേതാവ് എന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ഈ പ്രജീഷിന് നേരെ നടപടി ഉണ്ടാക്കാൻ പോലീസിലെ തന്നെ ഉദ്യോഗസ്ഥർക്ക് നടപടിയെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഒരുപക്ഷെ CPMന്റെ നേതാക്കൾ ഈ വിഷയത്തിൽ ഇടപെട്ടാൽ അത് വലിയ ഗുരുതരമായ ഒരു പ്രശ്നമായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാറേണ്ട സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും നടപടി ഉണ്ടാകാത്തത്. സർക്കാർ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് VD സതീശൻ സർക്കാരിൻ്റെ സംവിധാനങ്ങളും രമേശ് ചെന്നിത്തലയുടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഇതുവരെയും ഈ വിഷയത്തിൽ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നതാണ് വിരോധാഭാസം. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഈ പെൺകുട്ടിയുടെ ഇൻസ്റ്റാഗ്രാമിലാണ് ഇത്തരത്തിൽ ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിലൂടെയാണ്
ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പെൺകുട്ടി ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയുമായി മുന്നോട്ട് പോയിട്ടില്ല. ഈ പോസ്റ്റ് ചെയ്തതിന് തൊട്ട് പിന്നാലെ തന്നെ ആ ദൃശ്യങ്ങൾ അവരുടെ പ്രൊഫൈലിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പെൺകുട്ടിയെ നിലവിൽ ഈ CPM-കാർക്ക് അല്ലെങ്കിൽ പോലീസിലെ തന്നെ ഉദ്യോഗസ്ഥർക്ക് ഈ പെൺകുട്ടിയെ സ്വാധീനിക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ ഘട്ടത്തിൽ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. കാരണം ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഈ പോസ്റ്റ് പിന്നീട് ഡിലീറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ആർക്കും നിലവിലെ സാഹചര്യത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ ആ പോസ്റ്റ് കാണാൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അതേസമയം തന്നെ ഇത്തരത്തിൽ പൊതുവിടത്തിൽ വെച്ച് ഒരു പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടാകുമ്പോൾ സ്വമേധയാൽ പോലീസിന് കേസെടുക്കാൻ സാധിക്കും. ഈ ഉദ്യോഗസ്ഥനെ കൃത്യമായി തന്നെ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാനും ഡിസ്മിസും ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇത്തരത്തിൽ സ്വഭാവദൂഷ്യമുള്ള ഒരു ഉദ്യോഗസ്ഥൻ പോലീസിലെ കേസ് അന്വേഷണവുമായി വ്യക്തമാണ്. KSRTC ബസ്സിൽ സഞ്ചരിച്ച ഒരു പെൺകുട്ടിക്ക് നേരെയാണ് മുൻമന്ത്രി വി ശിവൻകുട്ടിയുടെ ഗൺമാൻ പ്രജീഷ് അദ്ദേഹം മോശമായി പെരുമാറിയത്. ഇതിന്റെ ദൃശ്യങ്ങളടക്കം ഈ പെൺകുട്ടി സമൂഹ മാധ്യമത്തിൽ അത് പോസ്റ്റ് ചെയ്തിട്ടും നടപടി ഉണ്ടായില്ല. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥനും അതേപോലെ തന്നെ CPM-ന്റെ ഉന്നത നേതാക്കളുമായി ബന്ധമുള്ള ആളാണ് പ്രജീഷ്. അതുകൊണ്ടാണോ നടപടി വൈകുന്നത് എന്നുള്ള സംശയമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. വിവരങ്ങൾ ഈ വാർത്ത നൽകുകയായിരുന്നു വി വിനീഷ്.